പക്ഷെ ആ നിയമങ്ങളെ സജീവമായി നിലനിർത്താൻ അവർക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യങ്ങൾ നിലവിലില്ല എന്നുള്ളതാണ് ഗൗരവമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. OIOP പോലുള്ള സംഘടന ഇവിടെയാണ് ഏറെ പ്രസക്തമാകുന്നത്. നമുക്കറിയാം, വയോജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മരുന്നിന് പണമില്ല. അവർ കുടുംബത്തിലെ മറ്റ് അംഗങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്നു. നിരവധി ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും സഹിച്ച് ജീവിതത്തെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു. ഈ സാഹചര്യത്തിൽ ഗവൺമെന്റ് ചെയ്യേണ്ടത് എന്താണ്? ഇവരെ ചേർത്ത് പിടിക്കുക എന്നുള്ളത്. ഒരു കരുതൽ, ഒരു കെയർ തീർച്ചയായിട്ടും ഈ വയോജനങ്ങൾക്ക് ഉണ്ടാകുന്നില്ല എങ്കിൽ ശരിക്കും പറഞ്ഞാൽ സാമൂഹിക സന്തുലിതാവസ്ഥയ്ക്ക് അത് കോട്ടം വരും എന്ന കാര്യത്തിൽ തർക്കം വേണം. അപ്പൊ സാമൂഹിക സന്തുലിതാവസ്ഥയ്ക്ക്, ഒരു സമൂഹത്തിന്റെ പുനർനിർമ്മിതിക്ക്, ഒരു സമൂഹത്തിന്റെ നല്ല നടപ്പിന് തീർച്ചയായിട്ടും വയോജനങ്ങളെ നിസ്സാരമായി കാണാൻ കഴിയില്ല. വയോജനങ്ങളുടെ പുരോഗമനത്തിന് വേണ്ടി, അവരുടെ പുരോഗതിക്ക് വേണ്ടി ഗവൺമെന്റ് സത്വരമായ ഇടപെടലുകൾ നടത്തേണ്ടതുണ്ട്. എന്നെ പോലുള്ള അധ്യാപക സംഘടനകൾ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകർ തീർച്ചയായും നിങ്ങളുടെ അവകാശ പോരാട്ട രീതിയിൽ നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. നിങ്ങൾ ഏത് ആവശ്യങ്ങൾ ഉന്നയിച്ചാലും സംഘബോധമുള്ളവർ എന്നുള്ള നിലയിൽ, സമൂഹത്തോട് പ്രതിബദ്ധതയുള്ളവർ എന്നുള്ള നിലയിൽ നിങ്ങളോടൊപ്പം നിൽക്കും എന്ന കാര്യത്തിൽ തീർച്ചയായും നിങ്ങൾക്ക് ഉറപ്പ് നൽകിക്കൊണ്ട്, എനിക്കറിയാം ഇവിടെ നിരവധി ആൾക്കാർ പ്രസംഗിക്കാറുണ്ട്, നിരവധി ആൾക്കാർ അവരുടെ ആശയങ്ങൾ പങ്കുവെക്കാറുണ്ട്. അതിന് പറ്റിയൊരു വേദിയാണ്, ഒരു പ്രൗഢമായ സദസ്സാണ് നിങ്ങൾ ഉണ്ടാക്കിയത്. നമുക്കറിയാം, പലപ്പോഴും യുവജന സദസ്സുകളിൽ പോലും കസേര കാലിയാകുന്ന സാഹചര്യം നമ്മൾ കാണാറുണ്ട്. രാവിലെ മുതൽ നിറഞ്ഞ കോരത്തോടുകൂടി, കസേരകൾ നിറഞ്ഞ രൂപത്തിൽ അന്തസ്സോടുകൂടി, അഭിമാനത്തോടുകൂടി പ്രസിഡന്റിന്റെയും ജനറൽ സെക്രട്ടറിയുടെയും വർക്കിംഗ് പ്രസിഡന്റിന്റെയും നേതൃത്വത്തിൽ ഈ അക്ഷര നഗരിയിൽ പ്രൗഢമായ ഒരു സംഗമം നിങ്ങൾ വയോജനങ്ങൾ OIOP സംഘടിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് ചെറുതല്ല. തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ മഹനീയ സംഗമത്തിന് 1000 ഭാവങ്ങൾ നേർന്നുകൊണ്ട് ഈ വൈകവേളയിൽ ധാരാളം ആൾക്കാർ നിങ്ങളുമായി സംവദിക്കുവാനും സംസാരിക്കുവാനും ഉണ്ട് എന്ന ഉത്തമ ബോധ്യത്തോടുകൂടി എന്റെ കൊച്ചുവാക്കുകൾ ഉപസംഹരിക്കുന്നു. കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ 1000 ഭാവങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ്.